എനിക്ക് ഷെയ്ഖൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു. അങ്ങനെ അയാൾ ആദ്യം പരിചയപ്പെടുന്നു. ഇയാളങ്ങനെ ആകെ വിറയ്ക്കാനൊക്കെ തുടങ്ങി. വിറയ്ക്കാനൊക്കെ തുടങ്ങി പറഞ്ഞാൽ അയാൾ ഇങ്ങനെ ശ്വാസം പൊട്ടുന്ന പോലെ ഇതാകപ്പാടെ ഭയങ്കര ബഹളായി. പാർലമെന്റിലൊക്കെ പോയിരുന്നത് വല്ലാതെ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ടല്ലോ. ഇപ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത വേദനയായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. നമസ്കാരം. രാജീവ് PI എന്നാണ് എൻ്റെ പേര്. കഴിഞ്ഞ 40ഓളം വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും മുൻനിര പ്രസിദ്ധീകരണങ്ങളിൽ ഡൽഹി മുതൽ കേരളം വരെ പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം ജോലി ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുള്ള എൻ്റെ ചരിതാർത്ഥ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. 1990കളിൽ ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖകനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് അന്നുണ്ടായിരുന്നൊരു സംഭവമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു നീറ്റലായിട്ട് കിടക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, മംഗലാപുരത്ത് നിന്നുള്ള ഒരു മനുഷ്യൻ, ഒരു 30 വയസ്സിൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. ആൾക്ക് ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് VK ദത്ത എന്നായിരുന്നു. ഈ VK ദത്ത അവിടെ ഒരു ബാങ്കിൽ ക്ലർക്കായിരുന്നു, ഒരു ദേശസൽകൃത ബാങ്കിൽ. അപ്പം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ട തന്നെ വളരെ രസകരമായിട്ടായിരുന്നു. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിലൊരു ബാങ്ക്മെൻസ് യൂണിയൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളതിൻ്റെ ഭാരവാഹിയൊന്നുമല്ല, പക്ഷേ ഇയാളുടെ ഏതൊരു എന്താ പറയുക, പരിചയക്കാരൊക്കെ ഇരുന്നു അതിലെ ഭാരവാഹികളായിരുന്നു. അപ്പം അതിന് അവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ, ഞാൻ സൈഡിലിരിക്കുന്നുണ്ട്, പറഞ്ഞു ഇയാളൊരു മലയാളിയാന്ന് പറഞ്ഞു. അപ്പം മംഗലാപുരത്തുകാരനായതുകൊണ്ട് തന്നെ ഇയാൾക്ക് മലയാളമൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അയാൾ വന്നിട്ട് എനിക്ക് ഷെയ്ഖൻ്റെ ഒക്കെ ഒന്ന് പരിചയപ്പെട്ടു. അങ്ങനെയാണ് അയാൾ ആദ്യം പരിചയപ്പെടുന്നത്. ഇതൊക്കെ അയാൾ പോവുകയും ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അയാൾ ഓഫീസിൽ വന്നു, കണ്ടു, കൂടെ ഇരുന്ന് സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാളുടെ ഭാര്യയും കൂടെ വന്നു. കാരണം അവരുടെ എന്തോ ഷോപ്പിങ്ങിന് വന്നായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചു ചോദിച്ചു അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു വന്നോളം പറഞ്ഞു. അങ്ങനെ അവർ വന്നു ഓഫീസിൽ. അവിടെ ഇരുന്ന് സംസാരിച്ചു ഞങ്ങൾ. എന്നിട്ട് സൈഡിലൊരു ധാബ ഉണ്ടായിരുന്നു. അവിടെ ധാബ പറഞ്ഞാൽ നമ്മുടെ തട്ടുകട പോലെയുള്ളൊരു ചെറിയ കട. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് അവർ പോവുകയും ചെയ്തു. അവരുടെ ഒരു വെസ്പ സ്കൂട്ടറിലാണ് വന്നിരുന്നത്. ഒരു പഴയ വെസ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ പോയി. ഞാൻ തിരിച്ച് ഓഫീസിലേക്കും പോയി. ഇതെല്ലാം കഴിഞ്ഞു ഒരു 3-4 ദിവസം കഴിഞ്ഞ 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റേ ഇയാളുടെ ഭാര്യ ഒരു ദിവസം ഓഫീസിലേക്ക് വിളിച്ചു. ഒരു ഉച്ചയ്ക്കാണ്, ഉച്ച പറഞ്ഞാൽ 3 മണിയായിട്ടുണ്ടാവും. വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഇതുവരെ വരിക. ഞാൻ പറഞ്ഞാൽ എവിടേക്ക്? പറഞ്ഞു ഇങ്ങനെ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ എയിംസിലുള്ളത്. ഞാൻ കാഷ്വാലിറ്റീൻ്റെ മുന്നിൽ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു STD ബൂത്തിനാണ് വിളിക്കുന്നത്. കാരണം അന്ന് ആരുടെ കയ്യിലും മൊബൈലൊന്നും ഇല്ലല്ലോ. ഒന്ന് ഇതുവരെ വരുമോ, എനിക്കൊരു അത്യാവശ്യം ആയതുകൊണ്ടാണ്, എമർജൻസി ആണ്. ഞാൻ ചോദിച്ചാൽ എന്താ ചോദിച്ചു. പറഞ്ഞാൽ അതേ ഇവിടെ വന്നിട്ട് പറയാം ഒന്ന് വരുമോ. അങ്ങനെ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഇവരവിടെ പുറത്ത് കാഷ്വാലിറ്റീൻ്റെ ഒക്കെ കരയുന്നുണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ പറ്റി ചോദിച്ചു. പറഞ്ഞു എൻ്റെ ഭർത്താവ് മറ്റേ രാവിലെ ബാങ്കിൽ പോകുന്ന വഴിക്ക് ചെറിയ മോളുണ്ട്, ഒരു 5 വയസ്സേ ഉള്ളൂ. മോളെ സ്കൂളിലാക്കി, എന്നിട്ട് വെസ്പയിൽ പോയിട്ട് സ്കൂട്ടറിൽ പോയിട്ട് മുന്നിൽ നിർത്തിയിട്ടാണ് കൊണ്ടുപോവുക. സ്കൂളിലാക്കി മറ്റേ തിരിച്ചു വരുന്ന വഴിക്കാണ് അയാൾ ഫോൺ ചെയ്ത് പറയുന്നത് ഭാര്യയോട്. തിരിച്ചു വരുമ്പം ഒരു കാറ് സ്കൂട്ടറിൻ്റെ മുകളിൽ തട്ടി ഇയാൾ മറിഞ്ഞു വീഴുക. ഒന്നും പറ്റിയിട്ടില്ല. ഇയാളുടെ പെറ്റല്ല ബോണ്ടല്ലോ, ഈ മുട്ടിൻ്റെ താഴെയുള്ള അസ്ഥി, അതിൻ്റെ മുകളിൽ ഒരു സ്ക്രാച്ച് വന്നു. കുറച്ച് ചോരയൊക്കെ പോയിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം സ്കൂട്ടർ അവിടെ റോഡ് സൈഡിൽ തന്നെ ചാരി വെച്ചിട്ട് നടന്നു പോയി അയാൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ കാഷ്വാലിറ്റിയിലേക്ക്. അങ്ങനെ അവിടെ ചെന്നു അവരിതൊക്കെ നോക്കി മറ്റേ ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. പക്ഷെ അപ്പോഴും അയാൾക്ക് പെയിൻ ഉണ്ടായിരുന്നു അല്ലാതെ. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, മറ്റേ നിങ്ങൾ റെഫർ ചെയ്യാണ് മറ്റേ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് അസ്ഥിരോഗ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യാണ്, അവർ നോക്കട്ടെ. അങ്ങനെ ഇയാൾ നടന്നു പോയി. പിന്നെയും അവിടുന്ന് മറ്റേ ലിഫ്റ്റ് പിടിച്ചു അസ്ഥിരോഗ വിഭാഗത്തിൽ പോയി. അവരിതൊക്കെ നോക്കി. എന്നിട്ട് പറഞ്ഞിങ്ങനെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞാൽ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിങ്ങനെ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ട്. അതായത് നമ്മുടെ തലനാരയുടെ അത്രയും വലുപ്പമുള്ള ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് ഇവിടെ, വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഇതൊക്കെ എടുത്തതിൻ്റെ ഒരു പക്ഷേ ചെറിയ ഓപ്പറേഷൻ വേണ്ടി വരും, കാരണം അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ച് തരാം, പേടിക്കണ്ട. ശരിയെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഇരുന്നു. അപ്പം ഇവർ കൊണ്ടുപോയി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. അപ്പോൾ അവിടെ ഒരു അസോസിയേറ്റ് പ്രൊഫസർ ഉണ്ടായിരുന്നു ഈ അനസ്തേഷ്യ വിഭാഗത്തിലുള്ള. അവരെ വിളിച്ച് പറഞ്ഞു. അവർ വന്നു നോക്കി. അവർ ഇയാളോട് പറഞ്ഞു,
ഒന്നും പേടിക്കേണ്ട, ഇത് നിങ്ങൾക്കൊരു എപ്പിഡ്യൂറൽ അനസ്തേഷ്യ തരാം. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ പറഞ്ഞാൽ നമ്മുടെ ഈ നട്ടെല്ലിനെ കുത്തിവെക്കുന്നൊരു അനസ്തേഷ്യയാണിത്. ഒരു എപ്പിഡ്യൂറൽ അനസ്തേഷ്യ തരാം. അത് കഴിഞ്ഞൊക്കെ ശരിയാവും. പിന്നെ സർജൻ വന്ന് ഓപ്പറേറ്റ് ചെയ്തോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്ന് ശരിയാവും. അങ്ങനെ ഇവർ വന്നു ഇവിടെ നട്ടലിന് ആ സാധനം സെൻസോർക്കെയിൻ തൊട്ടിരുന്നൊരു മരുന്നായിരുന്നു കൊടുത്തിരുന്നത്. സെൻസോർക്കെയിൻ അതൊരു ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ബഹിരാഷ്ട്ര കമ്പനി ഉണ്ടാക്കിയിരുന്നത്. ഇത് കുത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് അവർ 1 മിനിറ്റായിട്ട് കൂടെ 1-2 മിനിറ്റ് നിന്ന് കൂടെ. എന്നിട്ട് അവർ മറ്റേ കൂടെ ഉണ്ടായിരുന്ന നഴ്സിനോട് പറഞ്ഞു, ഞാൻ താഴെ പോവാണ്, ഞാൻ കുറച്ച് ചായയും ഭക്ഷണമൊക്കെ കഴിക്കട്ടുണ്ട്. അവർ പോയി. അത് താഴെ ലിഫ്റ്റ് പിടിച്ച് പോകണം താഴേക്ക്, ക്യാൻറ്റീനിലേക്ക്. അങ്ങനെ അവർ പോയി. ഇത് കഴിഞ്ഞാൽ നഴ്സ് കൂടെ ഉണ്ടായിരുന്നു. ഇയാളെ സർജൻ വന്ന് ഇയാളെ ഓപ്പറേറ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ കിടത്തി. എവിടെ നിന്നാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പം അവിടെ നിന്ന് കിടത്തിയിട്ട് ഇയാൾ വന്നിട്ട് എന്താ പറയുക, ഇവിടെ ഓപ്പറേഷൻ പരിപാടിയൊക്കെ ചെയ്തു. അത് വളരെ ചെറിയ മൈനർ, 5-10 മിനിറ്റേ ഉള്ളൂ. അയാൾ പോവുകയും ചെയ്തു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 1-2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇയാളങ്ങനെ ആകെ വിറയ്ക്കാനൊക്കെ തുടങ്ങി. വിറയ്ക്കാനൊക്കെ തുടങ്ങി പറഞ്ഞാൽ അയാൾ ഇങ്ങനെ ശ്വാസം പൊട്ടുന്ന പോലെ ഇങ്ങനെയൊക്കെ ആക്കാൻ തുടങ്ങി. അപ്പോൾ ആ നേഴ്സ് ആകെ പേടിച്ചു പോയി. അപ്പോൾ അവർ ഓടിപ്പോയിട്ട് ഏതോ ഡോക്ടറെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, അനസ്തേഷ്യോളജിസ്റ്റ്. ഇപ്പോൾ അവരൊന്ന് ക്യാൻറ്റീനിൽ പോയതാണ്. പിന്നെ അവരെ വിളിക്കും, ഉടനെ വിളിക്കും, ഇപ്പോൾ വരാൻ പറയുക. അങ്ങനെ അവർ ക്യാൻറ്റീനിലേക്ക് ഫോൺ ചെയ്തു, ഇന്റർകോമിൽ വിളിച്ചു. അപ്പോൾ ക്യാൻറ്റീൻകാരൻ പറഞ്ഞു ഞങ്ങളിപ്പോൾ പറയാനൊക്കെ പറഞ്ഞു. അവർ പോയിട്ട് പറഞ്ഞു. പക്ഷെ അവർ തിരിച്ച് ലിഫ്റ്റൊക്കെ കയറി ഇവിടെ വരണമെങ്കിൽ അപ്പോഴേക്കൊരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും മിനിമം. വന്നു. മറ്റേ ഇതൊക്കെ നോക്കുമ്പോഴേക്ക് ദത്തെങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ കിടക്കണ്ട. അപ്പോൾ അവരൊക്കെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി കുറച്ച് കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പം ഇതുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ് താഴേക്ക് ഇറങ്ങുന്നതിന് പകരം മുകളിലേക്ക് കയറി. എന്നിട്ട് ഇയാളുടെ ഹാർട്ട് അങ്ങനെ നിന്നു പോയതാണ്. അപ്പോൾ ഹാർട്ട് നിന്ന് പോയപ്പോൾ ബ്ലഡ് ഫ്ലോ, ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നിലച്ചു പോയപ്പം ബ്രെയിന് കട്ട് ഓഫായി, ബ്രെയിന് പ്രവർത്തിക്കാതെയായി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പം ഉടനെ അവരെ അവിടുന്ന് ഏതൊക്കെയോ സീനിയർ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടിരുന്നു. അവരിതൊക്കെ നോക്കിയപ്പോൾ അവർ നോക്കി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇയാൾ പിടിച്ചിട്ട് വെന്റിലേറ്ററിലാക്കാൻ പറഞ്ഞു. അങ്ങനെ വെന്റിലേറ്ററിൽ കൊണ്ട് ഇതാക്കി. അപ്പം ഇയാളുടെ ഭാര്യ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ അവർ കുറേ നേരമായിട്ട് ഇയാളെ കാണാത്തതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ വന്നു. എന്നിട്ട് കാഷ്വാലിറ്റി പോയി അന്വേഷിച്ചു. അപ്പം അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അവർക്കറിയില്ല, അവർ ഞങ്ങളുടെ മുകളിലേക്ക് അയച്ചു പറഞ്ഞു. അവരോട് നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കൂ. കാരണം ഇവരെന്നെ പോകാൻ നോക്കി. പക്ഷേ അവിടുത്തെ വാച്ച്മാൻ മുകളിലേക്ക് വിട്ടില്ല, ഇത് പോകാൻ പറ്റില്ല, അവിടെ ആയിരിക്കും. അങ്ങനെ ഒരു ജൂനിയർ ഡോക്ടർ മുകളിലേക്ക് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, അയാളുടെ ഭാര്യയുടെ. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ പോയാണ്. അപ്പോൾ ഇവർക്ക് തോന്നി എന്താ പ്രശ്നം. അങ്ങനെ എപ്പോഴാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ഞാനവിടെ ചെന്നു. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇരിക്കും, ഞാൻ പോയി നോക്കട്ടെ വന്നു. ഞാൻ ചെയ്തപ്പോൾ ഈ വാച്ച്മാൻ ആദ്യം തടയാനൊക്കെ നോക്കി. ഞാൻ പറഞ്ഞു കൈമാറ്റി, ഞാൻ പോയാൽ പറ്റി പറഞ്ഞു. ഞാൻ ചെന്നു. പക്ഷേ അകത്തേക്ക് വിട്ടില്ല അവർ, കാരണം വെന്റിലേറ്ററിൻ്റെ റൂമല്ല, അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നമുക്ക് കയറാൻ പറ്റില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് ഇവിടെ, എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു. അപ്പം ഇതവിടെ പോകുന്ന സമയത്ത് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. എൻ്റെ ഒരു ട്രെയിനി ഉണ്ടായിരുന്നു. ഒരു ട്രെയിനി പറഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടി പുതുതായിട്ട് ജേർണലിസം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ ട്രെയിനി ആയിട്ട് എടുക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. നൊമിത മോത്തി എന്നായിരുന്നു പേര്, ഒരു കാശ്മീരി പെൺകുട്ടിയാണ്. അപ്പം അവളെൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്കുക, ഞാൻ നോക്കട്ടെ. അപ്പോൾ അവൾ പറഞ്ഞാലും ഞാനും കൂടെ വരാം. എന്നാൽ ശരി വന്നോ. അങ്ങനെ അവളെ പുറത്ത് നിർത്തി. അപ്പം കുറേ ഡോക്ടർമാരിങ്ങനെ ഇതിനകത്തേക്ക് പോകുന്നുണ്ട്, ഈ വെന്റിലേറ്റർ റൂമിലേക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയെങ്കിലും അകത്തേക്ക് കയറണമല്ലോ എൻ്റെ. പിന്നെ ആകെ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. ഈ വെന്റിലേറ്റർ റൂമിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ചെറിയ റൂമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഡോക്ടർമാർ മുഴുവൻ ഇത് ചേഞ്ച് ചെയ്തിട്ടാണ് പോയത്. ആ പച്ച ഗൗണും മറ്റേ തലയിൽ തൊപ്പിയും മറ്റേ മാസ്കൊക്കെ ഇട്ടിട്ടാണ് പോകുക അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ അവരതിൻ്റെ ഉള്ളത് ചേഞ്ച് ചെയ്തിട്ട് പോവാം. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ളോട് പറഞ്ഞാൽ അവിടെ പുറത്ത് നിൽക്കും, ലമിതയോട് പറഞ്ഞ് പുറത്ത് നിൽക്ക്, എപ്പോൾ വരാമാണ്. ഞാൻ ഇതിനകത്ത് കയറി ഗൗണൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എനിക്ക് പറ്റുന്നൊരു സൈസുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അവിടെ, ഗൗണ്. ഞാൻ എൻ്റെ ഷർട്ടും പേരൊക്കെ അവിടെ അഴിച്ചു വെച്ചു, ഈ ഗൗൺ എടുത്തിട്ടു, തലയിൽ തൊപ്പിയിട്ടു, മാസ്കും വെച്ചു പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പം അകത്തേക്ക് ഒരു ഡോക്ടർ വരുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ എന്നെങ്ങനെ നോക്കി ഇതാരാന്നുള്ള. പക്ഷെ ഒന്നും ചോദിച്ചൊന്നുമില്ല. കാരണം അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ എയിംസ് ആണെന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ ഇന്ത്യയിലെ എയിംസ് ആയിരുന്നു. ഇപ്പം എയിംസ്
കുറേ എണ്ണം അവിടെ ഇവിടെയുണ്ട്, പല സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷെ അന്ന് ഈ ഒരൊറ്റ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ അവർ വിചാരിച്ചത് ആരോ ഇങ്ങനെ പല ആസ്പത്രിയിൽ നിന്നുള്ള ആൾക്കാർ വരും അവിടെ, ഇതിൽ വന്ന് ഏതെങ്കിലും ഡോക്ടറായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും തോന്നുന്നു. എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല. അപ്പം അങ്ങനെ ഇയാളും ഈ പറഞ്ഞ ഈ ഡോക്ടർ എന്നെ നോക്കിയ ആളും വെന്റിലേറ്റർ റൂമിലേക്ക് പോകണ്ടായിരുന്നു. അപ്പം ഞാനും കൂടെ ചെന്നു നോക്കുമ്പോൾ സൈഡിൽ ദത്ത കിടക്കുന്നുണ്ട്. ഇയാൾ മുഴുവൻ ട്യൂബൊക്കെ അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് എന്തൊക്കെയോ കുറേ ഡയലും ഇതൊക്കെ ആയിട്ടുള്ള സംഗതി. ഒന്നുമില്ല, ബോധമില്ല, ഒന്നുമില്ല. അപ്പോൾ നോക്കുന്ന സമയത്ത് വെച്ചാൽ ഇയാളുടെ തലയുടെ അപ്പുറത്ത് ഒരു ബോർഡ് തൂക്കി വെച്ചിട്ടുണ്ട്, ക്ലിപ്പുള്ള ബോർഡ്. ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ കുറേ കടലാസും ഉണ്ട്. ഞാനത് പതുക്കെ പോയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കി. അപ്പോൾ അതിലിതൊക്കെ പറയുന്നുണ്ട്, ഇന്ന ഡ്രഗ് കൊടുത്തു, ഇന്നതുണ്ടായി, അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് കാർഡിയാക് സീഷർ വന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട്. ഞാൻ പതുക്കെ കടലാസുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നിട്ട് ഈ നോമിനലേറ്റ് കൊടുത്തിട്ട് വന്നു, നീ പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ വിളിച്ചത് എന്തിനാ? ഞാൻ പറഞ്ഞു, നീ അറിയേണ്ട, നീ പോയി കൊണ്ടുപോകാം. അയാൾ പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഞാനിത് അതേപടി എന്നെ എടുത്ത് അവിടെ തന്നെ വെച്ചു, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് കാരണം അവിടെ ഒന്നും ചെയ്യാനില്ലേ ബാക്കി. ഞങ്ങൾ പതുക്കെ ലിഫ്റ്റ് പിടിച്ച് താഴേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇയാളുടെ വൈഫായിട്ടൊന്നും ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പൊക്കോ, ഞങ്ങൾ പിന്നെ അറിയിച്ചു തരാം, ഇപ്പം സംസാരിക്കേണ്ട, പോയിക്കോ, എന്നിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ പോയില്ല. അപ്പോൾ നിങ്ങളുടെ മോളവിടെ ചെറിയ കുട്ടിയാണ്, ഒരു 5 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മോളവിടെ ഒറ്റയ്ക്കല്ലേ, നിങ്ങളെന്തിനാ അവിടെ നിൽക്കുന്നത്? അവിടെ പോയിക്കോ, പേടിക്കേണ്ട, പോയിക്കോ, എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അവർ പറഞ്ഞയച്ചു. ഞങ്ങൾ തിരിച്ച് ഓഫീസിലേക്ക് വന്നു. അപ്പോഴേക്ക് മറ്റേ ഞങ്ങളുടെ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അങ്ങനെ ഓഫീസുകാരൊന്നും എടുത്തിരുന്നില്ല. അപ്പോൾ ഈ നമിത കരച്ചിലൊക്കെ തുടങ്ങി ഇതിൻ്റെ അകത്ത് നിന്ന്, മറ്റൊരു ഓട്ടോറിക്ഷയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, ഉണ്ടായിരിക്കും, കാരണം ജനം വേറെ എന്തെങ്കിലും വിചാരിക്കില്ലേ, എൻ്റെ കൂടെ ഒരു ഇങ്ങനെ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വരികയെന്ന് പറഞ്ഞ ആളുണ്ട് വിചാരിക്കുക. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓഫീസിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് ഞാൻ ഈ സാധനം പേപ്പറിൽ എഴുതി വെച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഫ്രണ്ട് പേജ് തന്നെയായിരുന്നു. അരുൺഷോരിയുടെ കോളത്തിൻ്റെ ഇപ്പുറത്ത് എൻ്റെ ആയിരുന്നു. അരുൺഷോരി ഞങ്ങളുടെ പത്രാധിപരെന്ന് ഇത് എഴുതി വെച്ചു. ഇപ്പോൾ അന്നവിടുത്തെ ഡയറക്ടറുണ്ട് എയിംസിൻ്റെ, കാക്കർ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ. ഇദ്ദേഹം എന്നെ വിളിച്ചു. പിറ്റേന്ന് പേപ്പറിൽ വന്ന സമയത്ത് പിറ്റേന്ന് രാവിലെ തന്നെ വിളിച്ചു ഓഫീസിലേക്ക്. തുടർന്ന്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? മറ്റേ ഇത് ഇന്ത്യയിലെ പ്രീമിയർ ഹോസ്പിറ്റലാണ്, ഇതിൻ്റെ പേരാണ് നിങ്ങൾ കൊണ്ടുപോയി തകർത്ത് കളഞ്ഞത്, എന്തിനാണ് ചെയ്തത്? ഇവർ എന്തിനാണ് ചെയ്തതെന്ന് എന്നോട് ചോദിക്കാൻ. ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, വേറെ അസുഖമൊന്നുമില്ല, ഈ മറ്റേ കാലിന് ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ട് അവിടെ വന്നിട്ട് ഇപ്പോൾ അവസാനം വെന്റിലേറ്ററിലായില്ലേ ഉള്ളു. അപ്പം അതിന് നിങ്ങൾക്കൊന്നുമില്ലേ? അപ്പം ഇതെന്തെങ്കിലും എവിടെയെങ്കിലും എത്തിക്കേണ്ടത്. ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ ഒരു ഡോക്ടർ HS അംബാനി എന്നിട്ടുണ്ടല്ലോ, HS അംബാനി. അപ്പം ഇതേ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്നൊരു പ്രസ്ഥാനം നടത്തുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ചെറുപ്പക്കാർ, മെഡിക്കൽ MBBS MD ഒക്കെ കഴിഞ്ഞ് വരുന്ന അവർക്ക്, ഇദ്ദേഹം തന്നെ ഒരു MD ഒക്കെ കഴിഞ്ഞിട്ടൊരു വലിയ സീനിയർ ഡോക്ടറാണ്. അവർക്ക് മെഡിക്കൽ എത്തിക്സിനെ പറ്റിയിട്ട്, മെഡിക്കൽ എത്തിക്സ് എന്താണ്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ് അത്. അപ്പം ഞാൻ അംബാനിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഇപ്പം എന്താ ചെയ്യുക? പക്ഷേ എന്നോട് പറഞ്ഞു, ആ എയിംസിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ അവിടെ ഒരു നാഷണൽ മെഡിക്കൽ ലൈബ്രറി ഉണ്ട്. അതായത് മെഡിസിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകങ്ങൾ മുഴുവനുള്ളൊരു ലൈബ്രറിയാണിത്. അത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് സീനിയർ ഡോക്ടേഴ്സിന്. അവരവിടെ പോയിട്ട് റെഫർ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നോട് നീ അവിടെ ചെല്ല്, ലൈബ്രറിയനോട് എൻ്റെ പേര് പറഞ്ഞാൽ മതി, അതായത് അംബാനിയുടെ പേര് പറഞ്ഞാൽ മതി, അയാൾ സമ്മതിക്കും, അകത്തേക്ക് പോയിക്കുക. എന്നിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു തന്നിങ്ങനെ ഗുഡ് മാൻ ആൻഡ് ഗിൽമാൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട് അവിടെ. അതെടുത്ത് വായിച്ചു നോക്ക്. അതിലിതല്ലാണ്ട് എപ്പിഡോറിയൽ അനസ്തേഷ്യ എപ്പോൾ കൊടുക്കണം, കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതൊക്കെ അതിൽ കാണാം. ഞാനവിടെ പോയി അവിടെ ഇരുന്നു. ഈ പുസ്തകം എടുത്ത് ലൈബ്രറിയിലുണ്ട്, അയാൾ എടുത്തുകൊണ്ട് തന്നു. ഞാനത് മുഴുവൻ ഇരുന്ന് വായിച്ചു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് എപ്പിഡോറിയൽ അനസ്തേഷ്യ കൊടുത്താൽ 50 മിനിറ്റെങ്കിലും രോഗിയുടെ അടുത്ത് ഈ അനസ്തേഷ്യ കൊടുക്കുന്ന ആളുണ്ടായിരിക്കണം. കാരണം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് കാരണം ഈ ഡ്രഗ് താഴോട്ട് പോകാം, അല്ലെങ്കിൽ മുകളിലേക്ക് വരാം, എന്തും സംഭവിക്കാം. അപ്പം ഇവർ നിർബന്ധമായിട്ട് അതിൻ്റെ അടുത്തുണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായത്. അപ്പം ഈ ബുക്കിനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാർമാക്കോളജിയിലെ ബൈബിൾ എന്നാണ് പറയുക. അതായത് ഫാർമാക്കോളജിയിൽ അതിലും വലിയൊരു പുസ്തകം ഇല്ല. അപ്പം ഇവരാണെങ്കിൽ 25 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളൊരു അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു ഈ സ്ത്രീ. എനിക്കും ഭയങ്കര അത്ഭുതം തോന്നിയത്, കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള സ്ത്രീക്ക് ഇതറിയാതെ വരാൻ സാധ്യതയില്ല, ഇതൊക്കെ അറിയേണ്ടതാണ് അവർക്ക്. അപ്പം അതും എഴുതി വെച്ചു. പിറ്റേന്ന് അതിൻ്റെ ഒരു ഫോളോ അപ്പ് റിപ്പോർട്ടുണ്ടായിരുന്നു, അതിൽ എഴുതി വെച്ചതൊക്കെ. ഇത് കഴിഞ്ഞ് എല്ലാം കൂടെ അവിടെ വലിയ പ്രശ്നമായി. ഇപ്പോൾ ഈ കക്കർ എന്ന് പറഞ്ഞ ആളുണ്ട്, അവിടുത്തെ എയിംസിൻ്റെ ഡയറക്ടർ.
അയാൾ എന്നെ ഓഫീസിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് ശരിയാവില്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ പേര് ചെളിയിലിട്ട് വിളിക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ചെളിയിലിട്ട് വിളിക്കണ്ട, അവിടെ ഒരു മനുഷ്യനുണ്ടല്ലോ മറ്റേ ഇതിൽ കിടക്കുന്ന വെന്റിലേറ്ററിൽ, അതിനാരോ ഉത്തരം പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പണിയില്ല, നിങ്ങൾക്ക് മെഡിസിനെ കുറിച്ച് എന്താ അറിയാം? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഇത്രയും അറിയാം, ഈ മനുഷ്യൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ റെക്കോർഡിൽ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പം നിന്നോട് വെച്ച് നിങ്ങൾക്ക് ആരാ റെക്കോർഡ് തന്നു? ഞാൻ പറഞ്ഞു അത് നിങ്ങൾ അറിയണ്ടാവും, ഇത് പറയാൻ പറ്റില്ലല്ലോ ഞാനിങ്ങനെ കയറിയിരുന്നു, കാരണം അത് വേറെ കേസാണ് വരുന്നത്. കാരണം വെന്റിലേറ്റർ റൂമിൽ ആരും കയറാൻ പാടില്ല എന്ന്. അപ്പം ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്രമന്ത്രി അയാളാണല്ലോ എയിംസിൻ്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ, അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി, ഇദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു ഒന്നെൻ്റെ ഓഫീസിലേക്ക് വരാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. അല്ല എനിക്കത് കാണാനാണ്. ഞാൻ പറഞ്ഞു കാണണ്ട, പറഞ്ഞോളൂ, ഞാൻ കേൾക്കാവും. അതൊന്ന് ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തത്? ഞാൻ പറഞ്ഞു നിങ്ങളൊരു ദ്രോഹം ചെയ്തിട്ടില്ല, പക്ഷെ അവിടെ ഒരു മനുഷ്യൻ കിടക്കേണ്ട വെന്റിലേറ്ററിൽ ഒന്ന് പോയി നോക്കാം എന്താണ്. അപ്പോൾ അയാളൊന്നും പറഞ്ഞില്ല. പിന്നെ ഇത് കഴിഞ്ഞ സമയത്തുണ്ട് ഖക്കറിൻ്റെ ഒരു നോട്ടീസ്, വക്കീൽ നോട്ടീസ്, മറ്റേ അതായത് നിങ്ങൾ എഴുതിയതൊക്കെ മറ്റേ 2 ദിവസത്തിനകം പിൻവലിച്ചില്ലെങ്കിൽ, എന്നിട്ട് ഒരു മാപ്പ് പോലെ ഒരു അപ്പോളജി പോലെ അടുത്ത റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഡിഫമേഷൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ രണ്ടാമത്തേൽ പറയുകയെന്ന് വെച്ചാൽ നിങ്ങളെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിങ്ങളുടെ പേരിൽ പരാതി കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതും കൊണ്ട് നമ്മുടെ പത്രാധിപരുടെ അടുത്ത് പോയി, അരുൺ ഷോക്കി നിന്ന പത്രാധിപർ. ഞാൻ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് വെച്ചു. പറഞ്ഞു എന്ത് ചെയ്യാനാ, നീ അതെടുത്ത് ചവറ്റ് ഹോട്ടലിട്ടേക്ക്. ഞാൻ പറഞ്ഞു അതല്ല, ഇതിപ്പോൾ ഇയാൾ കേസ് കൊടുത്താൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ? പറഞ്ഞു അത് കൊടുക്കട്ടോ, നമുക്ക് നോക്കാം. ഒന്നും ഉണ്ടായില്ല, നമുക്കൊരു കേസും കൊടുത്തില്ല, ചുക്കും ചെയ്തില്ല. പക്ഷേ ഇത് കഴിഞ്ഞ സമയത്ത് എന്താ വെച്ചാൽ ഇത് അപ്പോഴേക്കും 4 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇയാൾ ദത്ത അവിടെ വെന്റിലേറ്ററിൽ തന്നെ കിടക്കുക. അപ്പോഴേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ, മറ്റു പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഉള്ള, പിന്നെ ഈ ദുനിയ എന്നൊക്കെ ഉള്ള കുറേ പത്രങ്ങളുണ്ട്, ഇവരൊക്കെ ഇത് ടേക്കപ്പ് ചെയ്ത് കേസ്, ഇയാളുടെ അവസ്ഥ. അതാകെ പ്രശ്നമായി. ആരോ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്, അത് അതിലേറെ കുഴപ്പമായി. കാരണം ഇയാൾ ഹെൽത്ത് മിനിസ്റ്റർ പാർലമെൻറ്റിൽ ഇരിക്കണമല്ലോ, അതൊക്കെ കൂടെ ആകെ ഇവർക്ക് ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ ഈ സന്തോഷ് കക്കർ, ഈ ഡോക്ടർ ഡയറക്ടർ ഡോക്ടർ കക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ ഇതൊന്നും വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞു അതെനിക്കറിയാം, പക്ഷേ ഇതൊരു മനുഷ്യൻ്റെ ജീവനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞാൻ പറയേണ്ടത് പറഞ്ഞു, എഴുതേണ്ടത് എഴുതി, ഇനി എഴുതിക്കൊണ്ടേയിരിക്കും, സംശയമൊന്നുമില്ല. ഇവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി പറഞ്ഞാൽ ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇയാളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഇയാൾ വെന്റിലേറ്ററിൽ കിടക്കല്ലേ, അപ്പോൾ ഈ ബ്രീത്തിങ് സാധനമൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റി പറഞ്ഞാൽ അവർ പറയുന്നത് അയാൾ അപ്പോഴേക്കും മരിച്ചു, അതുകൊണ്ടാണ് മാറ്റിയതാണ്. പക്ഷേ എൻ്റെ ഒരു ബലമായ സംശയം അവിടുന്ന് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി കൂടുതൽ ഇയാൾ കിടക്കുന്നതോളം ഇത് കൂടുതൽ പ്രശ്നങ്ങൾ വരുമല്ലോ, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി എടുത്ത് മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മരിച്ചതല്ല അയാൾ കൊന്നു എന്ന് തന്നെ എനിക്കിപ്പോഴും തോന്നുന്നു. ഇപ്പോഴും ഞാൻ ബലമായിട്ട് വിശ്വസിക്കുന്നത് കൊന്നു. എന്തായാലും അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞ് പിന്നെ ഇയാളുടെ ബോഡി അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ഇയാളുടെ ഭാര്യയും കുട്ടിയൊക്കെ നാട്ടിലേക്ക് പോയി, മംഗലാപുരത്തേക്ക്. അതൊരു വല്ലാത്ത, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ടല്ലോ, ഇപ്പോഴും അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത വേദനയായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ടല്ലോ. കാരണം ഇയാളെ പരിചയമുള്ളതുകൊണ്ട് പ്രത്യേകിച്ചിട്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് രണ്ടാമതൊരു വക്കീൽ നോട്ടീസ്. അതിന് മുമ്പുണ്ടായെന്ന് വെച്ചാൽ ഇതിൻ്റെ കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഈ സ്ത്രീ, അതായത് ഈ അനസ്തേഷ്യോളജിസ്റ്റും ഈ അസോസിയേറ്റ് പ്രൊഫസറും അവരുടെ ആരൊക്കെയോ എൻ്റെ പരിചയക്കാരോ ആരാ എനിക്കറിയില്ല, ഞങ്ങളന്ന് ഇവിടെ താമസിക്കുന്നത് മയൂർ വിഹാറിലായിരുന്നു. അതായത് യമുന നദി കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ നോയിഡയിലേക്ക് പോകുന്ന ഭാഗത്താണത്. അന്നൊരു ഗ്രാമം പോലുള്ള സ്ഥലമായിരുന്നു, അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അന്നെൻ്റെ ഭാര്യ ശ്രീജയും ഞാനും ആണ് അവിടെ ഉള്ളത്, വീട്ടിൽ ഒരു ഫ്ലാറ്റിൽ, ഒരു ചെറിയ ഫ്ലാറ്റിൽ. ഇവർ കാണാൻ വന്നു തന്നെ, പക്ഷേ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്ത് പോയതായിരുന്നു. അവിടെ വന്ന് ശ്രീജേനെ, എൻ്റെ ഭാര്യയെ കണ്ടു. എന്നിട്ട് അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നത്. പിന്നെ വഴിയിൽ വെച്ച് കണ്ടു, കുറേ ചീത്ത പറഞ്ഞു, നല്ല തെറിയൊക്കെ പറഞ്ഞു. നിങ്ങൾ ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനൊന്നും ചെയ്യാനൊന്നും പോയില്ല, പക്ഷേ നമ്മുടെ ഫോളോ അപ്പ് റിപ്പോർട്ട്സ് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു ഒരു
2 or 3 മാസം കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റി എന്നൊരു സംഘടന. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഫസേഴ്സും അവരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ആർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കണം എന്നൊക്കെ ഉള്ള തീരുമാനിക്കുന്ന കമ്മിറ്റി അത്. അത് അവരെല്ലാം കൂടെ തന്നെ ചെയ്യുന്ന അവരുടെ ഇന്റേണൽ കമ്മിറ്റി അത്. അവരുടെ റിപ്പോർട്ട് കൊടുക്കും. അവർ കൊടുക്കുകയെന്ന് വെച്ചാൽ ഡയറക്ടർക്ക് കൊടുക്കും, പിന്നെ ആരോഗ്യമന്ത്രിക്കും കൊടുക്കും. കാരണം അയാളാണല്ലോ ഗവേണിംഗ് ബോഡീൻ്റെ ചെയർമാൻ. അപ്പോൾ അതുണ്ടാക്കി. അപ്പം ഇതുണ്ടാക്കിയ സമയത്ത് എന്താ വെച്ചാൽ അവിടെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 12 കൊല്ലം സർവീസുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് 12 കൊല്ലമായിട്ട് ഒരു പ്രൊമോഷനും കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ വല്ലാതെ ഹേർട്ടായി പോയത്. അപ്പം ഇയാൾ അതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി അയാൾ ചോർത്തി വാങ്ങിച്ചു. എന്നിട്ട് ഓഫീസിൽ വന്ന് എൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാനിത് തരാം, പക്ഷേ എൻ്റെ പേര് പറയരുത്. ഞാൻ പറഞ്ഞില്ല, പറയില്ല. വായിച്ചു. ഞാൻ ഇയാളുടെ ഭാഗം നോക്കി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പേജുകൾ മറിച്ചപ്പോൾ സമയത്തുണ്ട് ഒരു പേജിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഈ പറയുന്ന അസോസിയേറ്റ് പ്രൊഫസർ ഓഫ് അനസ്തേഷ്യോളജി കാരണം ഒരു രോഗി, ഇവരുടെ നെഗ്ലിജൻസ് മാത്രം കാരണം ഒരു രോഗി ഇങ്ങനെ മരിക്കാനിടയായി. ഒരു തരത്തിലും ഇവർക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തുവിടാന്നൊക്കെ കൊണ്ട് അവരെന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ ഇന്റേണൽ കമ്മിറ്റി തന്നെ എഴുതി വെച്ചിരിക്കുക. ഞാനത് പിറ്റേ ദിവസം പേപ്പറിലിട്ടു. അതായത് ഡയറക്ടർ പറഞ്ഞെങ്ങനെയാണ്, നിങ്ങൾ പറയുന്ന മുഴുവൻ മറ്റേ നുണയാണ്, മണ്ടത്തരാണ്, നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് അവരുടെ തന്നെ എയിംസിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊമോഷൻ കമ്മിറ്റി പറയുന്നതാണ്, ഈ സ്ത്രീ കാരനാണ് ഇന്ന പേഷ്യൻ്റ് അവസാനം മരിച്ചു പോയത് മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതും കൊടുത്തു പോയിട്ടുണ്ട്. ഇതാകപ്പാടെ ഭയങ്കര ബഹളായി. പാർലമെൻറ്റിലൊക്കെ പോയിരുന്നത് ആരാ ഓർമ്മയില്ല, ആരാ ടേക്കപ്പ് ചെയ്തത്, ഒരാൾ ടേക്കപ്പ് ചെയ്തിട്ട് പാർലമെൻറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് കഴിഞ്ഞു. അതുണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ മനസ്സിലൊരു നീറ്റിൽ പോലെ കിടക്കുന്നുണ്ട് ഇപ്പോഴും എനിക്ക്. അയാളുടെ മുഖവും ഇതൊക്കെ ഒരു സാധു മനുഷ്യൻ, 30 വയസ്സിൽ താഴെ ഉണ്ടാവുള്ളൂ അയാൾക്ക്.